വീട്ടിൽ എരുമയുണ്ടോടും? ആ, ഒരു വെളുത്ത സംസാരിക്കുന്ന എരുമയുണ്ട്. എന്തിനാ? നാളെ തൊട്ട് കുറച്ച് എരുമപ്പാല് വേണം. ആ, എരുമ എന്തിനാ എരുമപ്പാല് കുടിക്കുന്നത്? സമം. ഞാൻ നാളെ ഇങ്ങോട്ട് വാ കേട്ടോ, വെച്ചിട്ടുണ്ട്. ഓ, പാൽ മോനെ, പാല് വന്നു. താൻ ഇന്നലെ തന്ന പാലിൽ ഒരു തവളക്കുഞ്ഞുണ്ടായിരുന്നു. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാനാ? താനല്ലേ പാല് തന്നത്? എടാ, മുനിസിപ്പാലിറ്റിക്കാർ തരുന്ന വെള്ളത്തിൽ തവളക്കുഞ്ഞല്ല, പിന്നെ ആനക്കുഞ്ഞ് കിടക്കും. തോട്ടിലെ വെള്ളം ഒഴിച്ചാൽ പറയും മീൻ കുഞ്ഞ് കിടക്കണം, പൈപ്പിലെ വെള്ളം ഒഴിച്ചാൽ പറയും തവളക്കുഞ്ഞ് കിടക്കണം. ഇനി ഞാൻ എന്തോ വെള്ളം ഒഴിക്കാനാ? മഴ വെള്ളം ഒഴിക്കാം. മാധവൻ ചേട്ടൻ വിളിക്കുന്നു. മാധവൻ ചേട്ടൻ ആരാ? കൊള്ളാം. താൻ ഏത് ലോകത്തിലാണ് ജീവിക്കുന്നത്? മാധവൻ ചേട്ടൻ അറിയാത്തവർ ഈ ഭൂമി മലയാളത്തിലില്ല. അദ്ദേഹം ആള് മഹാപെശക. മര്യാദയ്ക്ക് എന്റെ കൂടെ വാ. വന്ന് കാല് പിടിക്ക്. കരഞ്ഞു പറഞ്ഞ ഒരു പക്ഷെ ക്ഷമിക്കുന്നു വരും. ആളിച്ച പ്രസാദ്യ പാപ്പിട്ട് ജോലി ചെയ്തില്ലേ മേസ്തിരി വഴക്ക് പറയും. എടോ, താൻ പോയി പറ ഇപ്പൊ വരുന്നില്ലെന്ന്. മുതലാളി ഇല്ലാത്തപ്പോ അധികാരം മുഴുവൻ സുമതിക്കായിരിക്കും. എന്നോട് പോരെന്ന് പറഞ്ഞ എന്തിനാ? അവര് വിളിച്ചത് വഴക്കിടാനാ. തനി ചട്ടമ്പികളാവന്മാര്. വാസം ഇവിടെ പുതിയ ആളല്ലേ, ആരും അറിയത്തുമില്ല. എന്താടാ ഇപ്പൊ സൗകര്യപ്പെടില്ലെന്ന് ആ സുമതിയെ പറയാൻ പറഞ്ഞു. ഞാൻ ആരാണെന്ന് പറഞ്ഞില്ലേ? പിന്നെ കുറച്ച് കൂട്ടിയും പറഞ്ഞു. എന്നിട്ട് പക്ഷെ അവനൊരു പുഴു പോലെ കരുതി. അവനോടൊന്ന് ചോദിച്ചിട്ട് തന്നെ കാര്യം. പൊന്നാശനെ ഇപ്പൊ പോകണ്ട, മുതലാളി ഇവിടെ ഉണ്ട്. സാവിത്രി, ആഹാ, എങ്ങോട്ടാ കാലത്തെ ചമഞ്ഞൊരുങ്ങി? പെണ്ണ് കാണാൻ പോവാണോ? പിന്നെ പോലെ ഒരു പെണ്ണിന്റെ ഓർമ്മ മനസ്സിലുള്ളപ്പോഴും. അല്ല, ഒരുക്കം കണ്ടോണ്ട് ചോദിച്ചതാ. ഒരിടം വരെ ഒന്ന് പോണം. ഒരു പശുവിനെ നോക്കി വെച്ചിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, ആ പടി വരെ പോയിട്ട് തിരിച്ചു വാ. ഭ്രാന്തം തുടങ്ങിയോ? ഇപ്പോഴില്ല, ഇനി വരുമോന്നും അറിയില്ല. ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങി തിരിക്കുമ്പോ നിന്നെ ശകുനം കൊണ്ടോണ്ട് പോന്ന് വിചാരിച്ച. ഓ പിന്നെ ഇരട്ട ബ്രാഹ്മണനെയും വേശ്യയും ശകുനം കാണുന്നത് നല്ലതാ. തോയസം പറഞ്ഞാലുണ്ടല്ലോ. സത്യത്തിന്റെ നേരെ ആട്ടിയതുകൊണ്ട് യാതൊരു കാര്യമില്ല പെണ്ണെ. ദേഷ്യം വരുമ്പോഴാണ് നിന്നെ കാണാൻ കൂടുതൽ. കാന്താരി മുളകിന്റെ നിറം ചുവപ്പാണല്ലോ. ഉച്ച വിട്ടുമോളെ. തോമാ, ആ സുമതിയെ ഞാൻ എടുക്കൂടാ. അവക്ക് കിഴവനോടാ താല്പര്യം. ആ കിഴവനോട്ട് തിന്നയില്ല, അത് തിന്നാൻ വരുന്നവർക്ക് തീറ്റിക്കയില്ല. ആശാനെ, അപ്പോൾ ആ സാവിത്രിയുടെ കാര്യം? അതൊരു പഴയ ചക്കട കാറിലിടാ. കൊച്ചു പുത്തൻ തിയേറ്റർ. എനിക്കാൻ എന്ത് രസമാണെന്ന്. അച്ഛനാ വാസു ഇപ്പൊ സുമതിയുടെ കൂടെ ആണെന്നുള്ള കേട്ടത്. നാട്ടുകാർ പറയാനോ? അവനെ അടുത്തോളാം. ആശാനെ, എന്റെ തല, അയ്യോ എന്റെ തല കാണാനില്ല ആശാനെ. എന്ത് തല കാണാനില്ല? നിന്റെ തലക്കൊന്നും പറ്റിയില്ല, അതവിടെ തന്നെ ഉണ്ട്. അയ്യോ, പിന്നെ തലക്കകത്താണൊന്നും ഇല്ലാത്തത്. ഏതൊരു വേണം. അയ്യോ ആശാനെ, ഞാൻ അയ്യോ വെള്ളം. പ്രാമിക്കുമോളെ. മോടെ പേര്? മോടെ അച്ഛനെവിടെ ജോലി? ബിന്ദു, ഇവിടെ വാ.
വാസു വാസു ജോലി ചെയ്താൽ ഇവിടെ ഉള്ളവരുടെ കുടുംബകാര്യം ഒന്ന് അന്വേഷിക്കാം. മനസ്സിലായല്ലോ? നിങ്ങൾക്കോ? ശരി മലയാളി. നാരായണ ചേച്ചിക്ക് സുഖമില്ല മോളെ, മരുന്ന് വാങ്ങിക്കാൻ പോയി. ഇതെന്താ ഒറ്റയ്ക്ക്? കൂട്ടുകാരോടെ പോയി ചോദിച്ചായിട്ടില്ലേ? ഓഹോ, വായ തുറന്ന മുത്തു താഴെ പോയിരിക്കും. നോക്കി പിടിപ്പിക്കണം. ആ കിഴവന്റെ മുമ്പിൽ പൊഴിഞ്ഞാലും യാതൊരു കുഴപ്പമില്ല. ശരിപ്പ കൊച്ചേ, ഞാനൊരാണ. ഇങ്ങനെ പോയാലോ? വഴിന്ന് മാറി നിൽക്കും. വഴിയെ പോകുന്ന പെണ്ണുങ്ങളെ ഉപദ്രവിക്കുന്നല്ല പുരുഷൻ. നടക്കും. ഞാൻ പോട്ടെ. ഈ ചായക്ക് മധുരമില്ലല്ലോ. വേറൊരു ചായ എടുക്കും. സുമതി, ചായക്കട വെച്ച് വാസും മാധവനും തമ്മിൽ മുട്ട അടി നടക്കുന്നു.
വാസുവേട്ടൻ എന്തിനാ അവരോട് വഴക്കുണ്ടാക്കാൻ പോയത്? എന്നിട്ട് എന്ത് പറ്റി? എന്നാലും വാസുവേട്ടൻ ഒറ്റയ്ക്ക് സാരമില്ല, സുഖം. ഏതായാലും ഇനിയിപ്പോ വാസം അങ്ങോട്ട് പോകണ്ട. അത് ശരി, വാ നമുക്ക് പോവാം. ഞാൻ പോകും. ശരി. മാമ ഉമ്മ, അയ്യേ ഈ മാമന്റെ ഉടുപ്പ് മുഴുവൻ തെളിയാ. ഞാൻ നനച്ചു തരാം. സുമതി, നേരെ ഒരുപാടായി, ഞാൻ പോട്ടെ. ആ കാലന്മാര് രാത്രിയിൽ ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കുമോ എന്തോ. എനിക്ക് പേടിയാ. ഓഹോ, നിങ്ങൾ വാതിലടച്ച് കുറ്റിട്ട് കിടന്നോളൂ, ഞാൻ ഈ തിണ്ണയിലുണ്ടാവും. അത് പേടിക്കണ്ട, നിങ്ങൾ പോയി കിടന്നോളൂ. മാമൻ രാത്രി എണീറ്റ് പോകുമോ? ഇല്ല മോളെ. എന്നാ വാസുവേട്ടൻ ഊണ് കഴിക്കും. വേണ്ട, വിശപ്പില്ല, നിങ്ങൾ ഉള്ളിച്ച് കിടന്നോളൂ. ശരി, ഞാൻ പായെടുത്തോണ്ട് വരാം.